ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെർച്വൽ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടറ്റിന് എല്ലാ കാറ്റഗറിക്കും കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, പെഡഗോഗി, തിയറീസ് ഓഫ് ലേണിംഗ് ഇവയൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈനറ്റിക്സ് ഈസ് എ ടെക്നിക് ഡിസൈൻ ഫോർ പ്രൊമോട്ടിംഗ്. ഉത്തരം ക്രിയേറ്റീവ് സ്റ്റുഡൻസ്, അതായത് ക്രിയേറ്റിവിറ്റി, സർഗപരതയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു 3 ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിൽ പെടുന്നതാണ് ഈ സയനറ്റിക്സ് എന്നത്. അപ്പോൾ സയനറ്റിക്സ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് ഡാഷ്. താഴെ 4 ഓപ്ഷനിൽ കുറച്ച് ടെസ്റ്റുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഏതാണ്? ഉത്തരം അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ്. അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് ആണ്. WP അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ ടെസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ 7 to 20 ഏജിലുള്ള ആളുകളുടെ ഇൻ്റലിജൻസ് പെർഫോമൻസ് അളക്കുന്നതിനുള്ള ഒരു ടെസ്റ്റാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, the overall changes in all aspects of humans throughout their lifespan is referred as dash. ഉത്തരം ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് IEP ഇൻ ഇൻക്ലൂസീവ് സെറ്റപ്പ്. IEP എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഉത്തരം ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോവിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ കുറച്ച് സ്റ്റെപ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. 5 സ്റ്റെപ്സ്, ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. അതും ഒരു പിരമിഡിൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്റ്റെപ്സ് 5 എണ്ണം ഓർഡർ അനുസരിച്ച് എഴുതാനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന നീഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, സേഫ്റ്റി നീഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പിരമിഡിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഓർഡറിലാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓർഡർ എഴുതാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ADCEB എന്നതാണ്. അതായത് ഫസ്റ്റത്തേത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ദെൻ സെൽഫ് എസ്റ്റീം നീഡ്സ്, അതിനുശേഷം ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, ദെൻ സേഫ്റ്റി നീഡ്സ്, ഫൈനലി ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതായത് നമുക്കറിയാം പിരമിഡൽ ഷേപ്പിൻ്റെ ഫസ്റ്റ് നമ്മൾ താഴെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ആദ്യത്തേത് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. പക്ഷെ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ പിരമിഡിൻ്റെ, അതായത് ആ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്നാണ് ഓർഡർ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് വച്ചിട്ടുള്ള ഓർഡറാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, choose the most suitable combinations from the following for the statement learning disabled children usually have. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ, പുവർ ഇൻ്റലിജൻസ്, പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ ആൻഡ് അടുത്ത പോയിന്റായി തന്നിരിക്കുന്നത് പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ് എന്നതാണ്. ഇവയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം A, C and D. ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ, പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ ആൻഡ് പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്, ഇത്രയുമാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരുമായി ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം. ഓപ്പൺ ബുക്ക് എക്സാമിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ പേഴ്സൺ ഹൂ സ്റ്റേറ്റഡ് അഡോളസൻസ് ഈസ് എ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രോം ആൻഡ് സ്ട്രൈഫ്. അഡോളസൻ പീരീഡിനെ കുറിച്ചിട്ട് അത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ്റെയും സ്റ്റോം ആൻഡ് സ്ട്രൈഫിൻ്റെയും കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരുടേതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം സ്റ്റാൻലി ഹൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസൻസ്. ഉത്തരം ഐഡൻറ്റിറ്റി ക്രൈസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, PWD ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. PWD ആക്ട് വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1995, 1995 PWD ആക്ട് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ നെയിം ഹൂ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ. ഉത്തരം അസുബൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഷുഡ് ഹാവ് കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഇൻ വാട്ട് ഹാസ് വൺസ് ബീൻ ലേൺഡ്.
ദിസ് ഇൻഡിക്കേറ്റ്സ്, അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ട് അത് എന്തിനെയാണ് കുറിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൺ ഷുഡ് ഹാവ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ഇൻ വാട്ട് ഹാസ് വൺസ് ബീൻ ലേൺഡ്. ഉത്തരം ലോ ഓഫ് യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് എ ടീച്ചർ വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് ടു ഹെൽപ്പ് എ സ്റ്റുഡൻറ്റ് ഹാവിങ് സ്പീച്ചിങ് ഡിഫക്റ്റ്. സ്പീച്ച് ഡിഫക്റ്റ് ഉള്ള ഒരു കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മൾ ഏത് ആക്ഷനാണ് സ്വീകരിക്കുക എന്നതാണ്. താഴെ കുറച്ച് ആക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽഡപ്പ്. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഈ സ്പീച്ചിങ് ഡിഫക്റ്റ് ഉള്ള കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ സ്ട്രീമിംഗ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ്. ഉത്തരം പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൗൺസിലർ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ എ ക്ലയൻസ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. കൗൺസിലർ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ എ ക്ലയൻസ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് നോൺ ആസ്. ഉത്തരം പ്രെസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ്. ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ്. ആൻസർ മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്. അടുത്ത ക്വസ്റ്റ്യൻ, association is made between a behavior and a consequence for that behavior is closely related to. Association is made between a behavior and a consequence for that behavior is closely related to. Answer operant conditioning. At the question, the term need for achievement is coined by. The term need for achievement is coined by. Uttaram McClelland. At the question, intellectual activity can be viewed in a three-dimensional pattern. Intellectual activity can be viewed in a three-dimensional pattern. Who suggested this viewpoint? മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യൂ പോയിന്റ് ആരാണ് സജസ്റ്റ് ചെയ്തത്? ഉത്തരം ഗിൽഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റേജ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ് ഈസ്. ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ സ്റ്റേജസിലെ ഏറ്റവും ആദ്യത്തേത് ഏതാണ്? ഉത്തരം പ്രിപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു പ്രൊപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫുൾ ഫങ്ഷനിങ് പേഴ്സണാലിറ്റി? ഹു പ്രൊപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫുൾ ഫങ്ഷനിങ് പേഴ്സണാലിറ്റി എന്ന ആ ഒരു കൺസെപ്റ്റ് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ഉത്തരം കാൾ റോജേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ അനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ അക്കോർഡിംഗ് ടു ജങ്സ് തിയറി. നെയിം ദ അനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ അക്കോർഡിംഗ് ടു ജങ്സ് തിയറി. ആൻസർ ഷാഡോ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ നെയിം ഹു പ്രൊപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി. സൈക്കോ സോഷ്യൽ തിയറി ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ഉത്തരം എറിക് എറിക്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് വാസ് കോയിൻഡ് ബൈ. ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് വാസ് കോയിൻഡ് ബൈ. ആൻസർ ഗോൾഡ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം ഇൻ്റലിജൻസ് കോഷ്യൻസ്. IQ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഉത്തരം വില്യം സ്റ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓതർ ഓഫ് ദ ബുക്ക് കണ്ടീഷ്ഡ് റിഫ്ലെക്സസ്. കണ്ടീഷൻഡ് റിഫ്ലെക്സസ് ആരുടെ ബുക്കാണ്? ഉത്തരം ഇവാൻ പാവ്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബുക്ക് നെയിംഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ഈസ് റിട്ടൺ ബൈ. ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ആർ എഴുതിയ ഒരു ബുക്കാണ്? ഉത്തരം ജീൻ പിയാഷെ. അടുത്ത ക്വസ്റ്റ്യൻ, ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ. ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഈസ് കോൾഡ്. അതായത് ഒരിക്കൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുന്നോട്ടുള്ള നമ്മുടെ പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്താണ്? ഉത്തരം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഉത്തരം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ NCF റെക്കമെൻഡേഷൻ ദ ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് ഈസ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് എന്നത് ഉത്തരം 2 hours ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഡിവിജ്വൽ ബോത്ത് പോസിറ്റീവ് വാലൻസ് ഓഫ് അപ്രോക്സിമേറ്റ് ഈക്വൽ ഇൻറ്റൻസിറ്റി ദാറ്റ് മേ കോസ് കോൺഫ്ലിക്റ്റ് ഈസ് നോൺ ആസ്.
The individual both positive valence of approximate equal intensity that may cause conflict is known as ഉത്തരം approach conflict. അടുത്ത question, the child understands that object continue to exist even when they cannot be perceived is called dash. The child understands that objects continue to exist even when they cannot be perceived is called dash. Answer, object permanence. അടുത്ത question, the way in which each learner begins to concentrate, process and retains new complex informations are called dash. The way in which each learner begins to concentrate, process and retains new complex information are called dash. ഉത്തരം, learning style. അടുത്ത question, a student scolded by the headmaster may hit his peers in the school. This is an example of ഉത്തരം, displacement. അടുത്ത question, protection of women on domestic violence was brought into force by the Indian government in the year. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത് ഉത്തരം 2006. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ്ഡ് ബൈ, അതായത് NCF പ്രൊപ്പോസ്ഡ് ബൈ ഉത്തരം NCERT ആണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, NCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. NCERT നിലവിൽ വന്നത് 1961. അടുത്ത ക്വസ്റ്റ്യൻ, സ്മിത്ത് ഈസ് എ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് ആൻഡ് അക്കോർഡിംഗ് ടു പിയാജറ്റ് സ്മിത്ത് ഈസ് ആൻ സ്റ്റേജ് ഓഫ് തിങ്കിങ് വിച്ച് ഈസ് കോൾഡ്. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സുമിത് എന്ന കുട്ടി, പിയാഷയുടെ കണ്ടെത്തൽ പ്രകാരം സ്മിത്ത് ഈസ് ഇൻ എ സ്റ്റേജ് ഓഫ് തിങ്കിങ് ആണ്. വിച്ച് ഈസ് കോൾഡ്, അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഉത്തരം, ഫോർമൽ ഓപ്പറേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, റണ്ണിങ് ഓഫ് വേർഡ്സ് ടുഗദർ ഈസ് എ സ്പീച്ച് ഡിഫക്റ്റ് നോൺ ആസ്. ഭാഷണ വൈകല്യത്തിൽ റണ്ണിങ് ഓഫ് വേർഡ്സ് ടുഗദർ എന്നത് ഏത് സ്പീച്ച് ഡിഫക്റ്റ് ആണ്? ഉത്തരം, ലിസ്പിംഗ് ആണ്, അതായത് കൊഞ്ഞപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ എക്സ്പാൻഷൻ ഫോർ ടാറ്റ് ബൈ മോർഗൻ ആൻഡ് മുറെ. മോർഗന്റെയും മുറയുടെയും അഭിപ്രായത്തിൽ ടാറ്റ് എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നതാണ്. ടാറ്റ് എന്നാൽ ഉത്തരം തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. സൈക്കോളജിയിലെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്